രാത്രിയുടെ നിശബ്ദതയെ കീറുമുറിച്ച് കാറ്റിന്റെ നേർത്ത മൂളൽ മാത്രം കേൾക്കാവുന്ന ഒരു വിജനമായ വഴിയിലൂടെ അയാൾ നടന്നു. ആൽബിൻ. ഒരു പഴയ തറവാട്ടുവീട്ടിലേക്ക് പോവുകയായിരുന്നു അയാൾ. വർഷങ്ങളായി ആരും താമസിക്കാത്ത, ഓർമ്മകൾ മാത്രം മതിൽക്കെട്ടുകൾക്കുള്ളിൽ തളം കെട്ടി നിൽക്കുന്ന ഒരു വീട്. പൂർവികരുടെ വകയായുള്ള ആ വീട് വിൽക്കാനായി എത്തിയതായിരുന്നു ആൽബിൻ. വീട്ടിലെത്തിയപ്പോൾ നേരം ഇരുട്ടിയിരുന്നു. ജനലികൾ ഇല്ലാത്ത ജനലുകളിലൂടെ അകത്തേക്ക് അരിച്ചെത്തുന്ന നേരിയ നിലാവെളിച്ചത്തിൽ പൊടിപിടിച്ച സാധനങ്ങളും മാറാലകളും അവ്യക്തമായി കണ്ടു. ഒരു ചെറിയ ടോർച്ച് മാത്രമായിരുന്നു അവന്റെ കൂട്ട്. ഓരോ മുറിയും അവൻ കയറിയിറങ്ങി. കാലപ്പഴക്കത്തിന്റെ ഗന്ധം അവനെ പൊതിഞ്ഞു. ഒടുവിൽ അവൻ വീടിന്റെ പിൻഭാഗത്തുള്ള പൂന്തോട്ടത്തിലെത്തി. വർഷങ്ങളായി കാടുകയറിക്കിടക്കുന്ന ഒരു പൂന്തോട്ടം. അവിടെ പൂന്തോട്ടത്തിന്റെ ഒത്തനടുവിലായി ഒരു കൂറ്റൻ ആൽമരം തലയുയർത്തി നിന്നിരുന്നു. അതിന്റെ ശിഖരങ്ങൾ നാലുപാടും പടർന്നു പന്തലിച്ചിരുന്നു. കാറ്റിൽ ആൽമരത്തിന്റെ ഇലകൾ ശബ്ദമുണ്ടാക്കി. ഒരു നിഴൽ രൂപം പോലെ ആ മരം അവിടെ നിന്നു. അടുത്ത ദിവസം രാവിലെ വീട് വൃത്തിയാക്കാൻ ആൽബിൻ കുറച്ച് ആളുകളെ ഏർപ്പാടാക്കി. പഴയ സാധനങ്ങൾ നീക്കം ചെയ്യുന്നതിനിടെ ആൽമരത്തിന്റെ ചുവട്ടിൽ നിന്ന് അവർക്കൊരു ചെറിയ മരപ്പെട്ടി കിട്ടി. അത് മണ്ണിൽ പാതി പുതഞ്ഞ നിലയിലായിരുന്നു. കൗതുകത്തോടെ ആൽബിൻ ആ പെട്ടി തുറന്നു. അതിനുള്ളിൽ പഴയ കടലാസുകളും ഒരു തുരുമ്പിച്ച താക്കോലും ഉണ്ടായിരുന്നു. കടലാസുകളിൽ പഴയ മലയാളത്തിൽ എന്തൊക്കെയോ എഴുതിയിരുന്നു. അവ്യക്തമായ കൈയക്ഷരം. പക്ഷേ ഒരു കാര്യം അവൻ മനസ്സിലായി. ആ വീട്ടിൽ മുമ്പ് താമസിച്ചിരുന്നവരുടെ രഹസ്യങ്ങളെക്കുറിച്ചാണ് അതിൽ പറയുന്നത്. പ്രത്യേകിച്ച് മാണിക്യം എന്നൊരാളെക്കുറിച്ചും അദൃശ്യമായ നിധിയെക്കുറിച്ചും. മാണിക്യം എന്നൊരാളെ വീട്ടുകാർ കെട്ടിയിട്ട് പീഡിപ്പിച്ചെന്നും അയാളുടെ നിധി ഈ വീട്ടിൽ ഒളിപ്പിച്ചിട്ടുണ്ടെന്നും അതിൽ രേഖപ്പെടുത്തിയിരുന്നു. പെട്ടി തുറന്നപ്പോൾ അവനൊന്ന് ഞെട്ടി. അതിനുള്ളിൽ ഒരു പഴയ ഡയറിയും കുറച്ച് സ്വർണ്ണ നാണയങ്ങളും ഒരു കൊത്തുപണിയുള്ള കറുത്ത കല്ലും ഉണ്ടായിരുന്നു. ഡയറിയിൽ മാണിക്യത്തിന്റെ കൈയക്ഷരത്തിൽ സ്വന്തം കഥ എഴുതിയിരുന്നു. തന്നെ ബന്ധനസ്ഥനാക്കിയതും നിധി ഒളിപ്പിച്ചതും എങ്ങനെ രക്ഷപ്പെട്ടെന്നുമെല്ലാം അതിൽ വിവരിച്ചിരുന്നു. ഏറ്റവും അവസാനം ഇങ്ങനെ എഴുതിയിരുന്നു: എന്റെ നിധി ഇവിടെ സുരക്ഷിതമാണ്. എനിക്കിവിടെ സമാധാനമായി ഉറങ്ങാം. എന്റെ നിഴൽ ഈ ആൽമരത്തിൽ എന്നും ഉണ്ടാകും. ആൽബിൻ കിണറിനടുത്തുള്ള ആൽമരത്തിലേക്ക് നോക്കി. കാറ്റിൽ ഇലകൾ നിഴൽ പോലെ ചലിച്ചു. ഒരു നിമിഷം അവൻ തോന്നി മാണിക്യത്തിന്റെ ആത്മാവ് ആ ആൽമരത്തിൽ ലയിച്ചിരിക്കുന്നുവെന്ന്. പേടിയേക്കാളുപരി ഒരുതരം സമാധാനമാണ് അവൻ തോന്നിയത്. വർഷങ്ങളോളം ആരും അറിയാതിരുന്ന ഒരു രഹസ്യം, മാണിക്യത്തിന്റെ നിഗൂഢമായ കഥ, അവന്റെ കയ്യിലുള്ള ഡയറിയിലൂടെ വെളിപ്പെട്ടിരിക്കുന്നു. ആൽബിൻ ആ സ്വർണ്ണ നാണയങ്ങളെക്കുറിച്ചോ ഡയറിയെക്കുറിച്ചോ ആരോടും പറഞ്ഞില്ല. ആ വീട് വിൽക്കാനുള്ള തീരുമാനം അവൻ മാറ്റിവെച്ചു. മാണിക്യത്തിന്റെ നിഴൽ എന്നും കാവൽ നിൽക്കുന്ന ആൽമരച്ചുവട്ടിൽ അവൻ ആ വീടിന് ഒരു പുതിയ അർത്ഥം കണ്ടെത്തി. ചില രഹസ്യങ്ങൾ എന്നേക്കുമായി നിഴൽമരത്തിൽ ഒളിഞ്ഞിരിക്കുന്നതാണ് നല്ലതെന്ന് അവന് തോന്നി. ഈ കഥ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു.